നമ്മൾ ഒരു ഹറാമ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഈമാൻ നമ്മളുടെ തലന്റെ മുകളിലേക്ക് പോകുന്ന, ആ ഹറാമ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചതെങ്കിൽ നമ്മളുടെ കഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ലാ യസ്നിൽ മുഅ്മിനു ഹീന യസ്നി എന്ന് പറയുന്നതിന്റെ വിശദീകരണത്തിൽ കാണാം ലാ യസ്നി സാനി ഹീന യസ്നി എന്ന് പറയുന്നതിന്റെ താല്പര്യം, ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാളുടെ ഈമാന് അയാളുടെ ശരീരത്തിൽ നിന്ന് മുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഒരാൾ മോഷണം നടത്തുമ്പോൾ, അപ്പോൾ മോനെ നീ രാത്രി ഉറങ്ങാൻ നേരത്ത് സിനിമ കാണുമ്പോഴാണ് മരിച്ചതെങ്കിലോ, സെക്കൻഡ് ഷോക്ക് പോകുന്ന സമയത്ത് മരണപ്പെട്ട സ്റ്റുഡൻസിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആക്സിഡന്റായി മരിച്ചവർ. ആലോചിച്ചു, ഏതൊരാൾ ഒരു തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റ് ചെയ്യുമ്പോൾ അയാൾ മുഅ്മിനാവൂല എന്നാണ് ആ ഹദീസിന്റെ താല്പര്യം. അങ്ങനെ പറഞ്ഞാൽ അയാളിൽ നിന്ന് അയാളുടെ ഈമാൻ ഉയർത്തപ്പെടും. ആ ഉയർത്തപ്പെടുന്ന ഘട്ടത്തിൽ അയാൾ മരണപ്പെട്ടാൽ, ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ ഭാര്യ കാമുകനെ വിളിച്ചു വരുത്തിയിട്ട് വൃത്തികേട് ചെയ്യാൻ ഒരുങ്ങി, ആ ഒരുങ്ങിയ ഘട്ടത്തിൽ കാമുകൻ സൈലന്റ് അറ്റാക്കായി മരിച്ചത് നമ്മുടെ നാട്ടിലുള്ള സംഭവമല്ലേ? മോശമായ മരണം ഉണ്ടായാൽ ഇതുവരെ ചെയ്ത കർമ്മങ്ങളെ കൊണ്ടൊക്കെ എന്ത് ഫല ഉണ്ടാവുക? ആ പേടി നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മുഅ്മിന് 6 കാര്യങ്ങൾ ഓർക്കുമ്പോൾ തന്നെ പേടി വേണം. അതിലൊരു കാര്യമാണ് എന്റെ ഈമാൻ അല്ലാഹു ഊരിക്കളയുമോ എന്ന പേടി എപ്പോഴും ഉണ്ടാവണം.